നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ജിമെയിൽ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഗൂഗിൾ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊക്കെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ജിമെയിൽ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഇമെയിൽ അക്കൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ജിമെയിലിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജിമെയിൽ കണ്ടു മടുത്തിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ഇമെയിൽ ഐ ഡി കിട്ടണം, മറ്റേതെങ്കിലും പേരിൽ ഒരു ഇമെയിൽ ഐ ഡി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഫോണിനകത്ത് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ജിമെയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളിടത്തൊക്കെ ഉപയോഗിക്കുക. ടെമ്പററി ആയിട്ട് ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇന്ത്യൻ ആപ്പാണ്. നമ്മുടെ നേരത്തെ വാട്സപ്പിന് പകരമായി വന്ന ആറാട്ടെ എന്ന ആപ്പിൻ്റെ അതേ ടീം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമെയിൽ ആപ്പാണ്. അപ്പോൾ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. സോഹോ മൈൽ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോഹോ മൈൽ എന്ന പേരിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്പാണ്, ഇതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിനകത്തൊരു മെയിൽ ഐ ഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു മെയിൽ ഐ ഡി ആണോ വേണ്ടതെങ്കിൽ അതേ പേരിലൊരു മെയിൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ആ ഒരു മെയിൽ ഐ ഡി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഇതിനകത്തുള്ള കുറേ ഫീച്ചറുകൾ പരിശോധിക്കാനുള്ളത് കൊണ്ട് തന്നെ മെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തൊരു മെയിൽ കിട്ടും. ആ മെയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. അവരിലേക്ക് ആര് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ താഴെ നമ്മൾ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻബോക്സ് എന്ന് കാണാം. മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഇൻബോക്സ് എന്ന് കാണും. ആ ഇൻബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇൻബോക്സിൽ വന്ന അറ്റാച്ച് ഫയലുകൾ റീഡ് ചെയ്യാത്തത് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സാധാരണ ജിമെയിൽ ആപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ താഴെ ഈ പെൻ ഐക്കൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മെയിൽ അയക്കാൻ സാധിക്കും. ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് ടു എന്ന അഡ്രസ്സിൽ നിങ്ങൾക്കിവിടെ സബ്ജക്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കിവിടെ ഫയലുകളൊക്കെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കമ്പോസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇടത് ഭാഗത്തുള്ള ഇത്രയും ലൈന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ, നമ്മുടെ മെയിൽ ഐ ഡി ഇതിനകത്ത് കാണാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആഡ് അക്കൗണ്ട് എന്നുള്ളത്. ഏറ്റവും മുകളിലോട്ട് വന്നാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, കലണ്ടർ ഉണ്ട്, എല്ലാം നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വന്ന ഇൻബോക്സ് മെസ്സേജുകളും ഡ്രാഫ്റ്റ് മെസ്സേജുകൾ, ടെംപ്ലേറ്റുകൾ, നമുക്ക് ഓരോ മെയിൽ അയക്കുന്നതിന് വേണ്ടിയുള്ള ടെംപ്ലേറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സ്നൂസ്ഡ്, നമുക്ക് അലാം വെച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ, സെൻഡ് ഫോൾഡർ, സ്പാം ഫോൾഡർ, ഇതൊക്കെ നമ്മുടെ ജിമെയിൽ ആപ്പിനകത്തുള്ള ഫീച്ചറുകളാണ്. സാധാരണ ജിമെയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ ജിമെയിലിൻ്റെതല്ലാത്ത മറ്റൊരു പേരിൽ, നമ്മളിപ്പോൾ ലൈവ് ടിപ്സ് മീഡിയ എന്ന ചാനലിൻ്റെ പേരിൽ ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കുകയാണെങ്കിൽ ലൈവ് ടിപ്സ് മീഡിയ അറ്റ് സോഹോ മൈൽ എന്ന പേരിലായിരിക്കും കാണാൻ സാധിക്കുക. സാധാരണ നമ്മൾ gmail.com എന്ന് കാണുന്ന പകരം zohomail.com എന്ന പേരിലായിരിക്കും കാണാൻ സാധിക്കുക. ബാക്കിയെല്ലാം നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.